നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണൂരിലെ CPM-നെ ഇപ്പോൾ ഒരു ദുർഭൂതം പിടികൂടിയിരിക്കുകയാണ്. കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഈ ദുർഭൂതം. അതിന്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുമ്പോഴാണ് CPI കടുത്ത വിമർശനവുമായി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ കടുത്ത വിമർശനവുമായി മുന്നോട്ട് വരുന്നത്. തന്റെ വേദനയാണ് പങ്കുവയ്ക്കുന്നത് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. എന്നാൽ അതിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ എടുക്കാനുണ്ട് എന്നതുകൂടിയാണ് യഥാർത്ഥ ചോദ്യം. ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് M. ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ, ഇടത് സഹയാത്രികൻ, ഒപ്പം തന്നെ KP നൌഷാദ് അലി, കോൺഗ്രസിൽ നിന്ന്, കൂടാതെ മാധ്യമപ്രവർത്തകൻ ആയ KA ഷാജി എന്നിവരാണ്. ശ്രീ M. ജയചന്ദ്രൻ, ബിനോയ് വിശ്വത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിൽ നിന്നും ഒക്കെ താങ്കൾ എന്താണ് വായിച്ചെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ വിമർശനം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ്? പ്രമോദ് രാമൻ, വാസ്തവത്തിൽ ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം ഇന്നലെയും ഇന്നുമായി 2 ദിവസമായി അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ഇത്തരമൊരു പ്രതികരണം ഒരിക്കലും ബിനോയ് വിശ്വത്തിനെ പോലൊരു നേതാവിൽ നിന്ന്, ഭരണം നടത്തുന്ന LDF-ൻ്റെ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതില്ലെന്ന് പറഞ്ഞാൽ അതിന് ചില പശ്ചാത്തലമുണ്ട്, കാരണങ്ങളുമുണ്ട്. അത് പറയാം. 46 വർഷം മുമ്പ് 1978 ഏപ്രിലാണ് പഞ്ചാബിലെ ഭട്ടിൻഡയിൽ CPIയുടെ 10ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ആ പാർട്ടി കോൺഗ്രസ് എടുക്കുന്ന നയപരമായ തീരുമാനമാണ് കോൺഗ്രസുമായി അഖിലേന്ത്യാ തലത്തിലുള്ള ബന്ധം വിച്ഛേദിക്കുക. കേരളത്തിലടക്കം ഇന്ത്യയിലെ കോൺഗ്രസ് ബന്ധം വിച്ഛേദിക്കാനുള്ള ഭട്ടിൻഡ കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അത് 46 വർഷം മുമ്പ് 78 ഏപ്രിലാണ് നടക്കുന്നത്. അതിനെ തുടർന്ന് കേരളത്തിലെ ചരിത്രം നമുക്കെല്ലാം അറിയുന്നതാണല്ലോ. പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന PK വാസുദേവൻ നായർ, CPIയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, അദ്ദേഹം രാജിവെച്ചു. പിറ്റേ വർഷം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെടുന്നത് തന്നെ. CPI നേതാക്കൾ എന്നും പറയാറുള്ള കാര്യം, ഇപ്പോഴും പറയാറുള്ള കാര്യം, LDF രൂപീകരിച്ചത് തങ്ങളാണ്, ഏറ്റവും മുൻകൈ എടുത്തത് തങ്ങളാണ്, അതിനുവേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം വരെ ത്യാഗം ചെയ്ത പാർട്ടിയാണ്, പാരമ്പര്യമാണ് CPIയുടേത് എന്ന് പറയാറുണ്ട്. അത് ശരിയുമാണ്. അപ്പോൾ അതുമുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നോക്കൂ. എത്രയോ വർഷങ്ങൾ, ഈ 46 വർഷത്തെ ചരിത്രത്തിനിടയിൽ എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാർ വന്നു. എല്ലാവരുടെയും സെക്രട്ടറിമാരുടെ പേരുകൾ പറയേണ്ട. എങ്കിലും 2000-ന് ശേഷം, അതായത് ഈ നൂറ്റാണ്ടിൽ, 21ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത് പിന്നെ CK ചന്ദ്രപ്പൻ, വെളിയം ഭാർഗവൻ, കാനം രാജേന്ദ്രൻ, അതിനുശേഷം ഇപ്പോൾ ബിനോയ് വിശ്വം എന്നീ സെക്രട്ടറിമാരെയാണ്. അതിനു മുമ്പുള്ള NE ബലറാം അടക്കമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് എല്ലാം പറഞ്ഞു പോകാൻ ഈ ചർച്ചയിൽ കഴിയില്ലാത്തതാണ് ഞാൻ അത് ഒഴിവാക്കുന്നത്. ഏറ്റവും കടുത്ത CPM വിരുദ്ധനായി അറിയപ്പെട്ടിരുന്ന ആളാണ് CK ചന്ദ്രപ്പൻ. പക്ഷെ ഒരിക്കലും ഒരു നിലപാടും അദ്ദേഹം ഇങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടില്ല. തർക്കങ്ങളുണ്ടാവാം. ആ തർക്കങ്ങളൊക്കെ മുന്നണി തലത്തിൽ അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപൂർവമായി മാത്രം അദ്ദേഹത്തിൻ്റെ ഈ CPM വിരുദ്ധത എന്ന് പറയുന്നത് പോലും പുറത്ത് വന്നിരുന്നുള്ളൂ. അതാണ് നമുക്കറിയാവുന്ന ചരിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ മറ്റേ വെളിയത്തിൻ്റെ കാര്യം പറയാനില്ലല്ലോ. ഏറ്റവും ഭംഗിയായി എങ്ങനെയാണ് മുന്നണി ഭരണത്തിൽ പ്രവർത്തിക്കേണ്ടതെന്ന് കാണിച്ചു തന്ന, മാതൃകാപരമായി പ്രവർത്തിച്ച നേതാവാണ് കാനം രാജേന്ദ്രൻ. ഏത് കാര്യത്തിലും അദ്ദേഹത്തിന് പറയാനുള്ളത് ശക്തമായി തന്നെ അദ്ദേഹം ഇടതുമുന്നണി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി എന്നുള്ള നിലയ്ക്ക്, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറിമാരുമായി വിവിധ കാലങ്ങളുണ്ടായിരുന്നവരുമായി ശക്തമായ ആശയവിനിമയവും വിയോജിപ്പും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മറുപടി കണ്ടെത്തിയിട്ടുമുണ്ട്, പരിഹാരം കണ്ടെത്തിയിട്ടുമുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ രീതി. മുന്നണി ബന്ധത്തിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ മുന്നണി ബന്ധമാണല്ലോ ഇവിടെ നിലനിൽക്കുന്നത്, പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ. ആ മുന്നണി ബന്ധം എങ്ങനെ മാതൃകാപരമായി കൊണ്ടുപോകണമെന്ന് ഏറ്റവും നന്നായി കാണിച്ചു തന്ന നേതാവ് തന്നെയാണ് കാനം രാജേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണല്ലോ ബിനോയ് വിശ്വം വരുന്നത്. ഇപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് തോന്നുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ താങ്കൾ പിന്നെ സൂചിപ്പിച്ചല്ലോ.
അതുപോലെ തന്നെ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം അച്ചടി മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുമുണ്ട്. ഇന്നലെ ഒരു പ്രസ്താവന, ഇന്ന് മാധ്യമങ്ങൾക്ക് വേറെ ബൈറ്റ് കൊടുക്കൽ ഒക്കെ ഉണ്ട്. എന്താണ് പറയുന്നത്? അങ്ങനെ പറയാനുള്ള എന്ത് പ്രശ്നം, പ്രകോപനമാണ് ഇവിടെ ഉള്ളത്? പിന്നെ തീർച്ചയായും അദ്ദേഹം ജയചന്ദ്രൻ, അതാണ് മുഖ്യമായ വിഷയം. അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ എന്ത് പ്രകോപനമാണ് ഉണ്ടായത് എന്നത് തീർച്ചയായിട്ടും CPI കൂടി മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ പാനലിൽ ഇപ്പോൾ അങ്ങനെ ഒരാൾ ഇല്ല. നമ്മൾ ശ്രമിച്ചതാണ്, അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചതാണ്, നടന്നില്ല. പക്ഷേ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്താണ് ബിനോയ് വിശ്വം മനസ്സിൽ കാണുന്നത് എന്നാണ്. എന്താണ് ഇതിന് പിന്നിൽ, എന്ത് പ്രകോപനമാണ് ഇതിൽ ഉള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? കാരണം CPM-നെ തിരുത്തിക്കാൻ, അല്ലെങ്കിൽ CPM സ്വയം തിരുത്തണം, അല്ലെങ്കിൽ തിരുത്തേണ്ട ഘട്ടങ്ങൾ വരും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നതിലുമെല്ലാം ഉപരി കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ വേദനാജനകമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, അത് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? മനു തോമസ് എന്ന മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകളെ CPI വിശ്വസിക്കുന്നു. അദ്ദേഹം നടത്തുന്ന, മനു തോമസ് നടത്തുന്ന വെളിപ്പെടുത്തലുകൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ CPI വിശ്വസിക്കുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? താങ്കളുടെ മനു തോമസുമായിട്ടുള്ള അരമണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഏറ്റവും വിശദമായി തന്നെയാണല്ലോ ആ സംഭാഷണം 30 മിനിറ്റ് നടക്കുന്നത്. സവിസ്തരം താങ്കളുടെ ചോദ്യങ്ങൾ അതുപോലുള്ള ചോദ്യങ്ങളായിരുന്നു, മറുപടിയും അതുപോലെ തന്നെയുള്ളതായിരുന്നു. അതിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവിടെ മനു തോമസ് എന്ന CPM-ൽ നിന്ന് വിട്ടുപോയ നേതാവ് ഉൾപ്പെടെ മുമ്പോട്ട് വെക്കുന്ന നിലപാടുകളുടെ പോലും അപ്പുറത്തു നിന്നാണ് ബിനോയ് വിശ്വം നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയാണല്ലോ, മനു തോമസ് പോലും ആ ഒരു തീക്ഷ്ണതയിലല്ല കാര്യങ്ങൾ പറയുന്നത്. പരിഹരിക്കപ്പെടണം, കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷേ അതല്ല ഞാൻ പറയുന്നത്, അതല്ല. പിന്നെ ഞാൻ പറയുന്ന, അല്ലെങ്കിൽ ഞാൻ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് അദ്ദേഹം പറയേണ്ടത്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടത് LDF യോഗത്തിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതല്ലെങ്കിൽ CPIയുടെ സെക്രട്ടറിയും CPM സെക്രട്ടറിയും തമ്മിലാണത് പറയേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് പരസ്യമായി പറയുന്നത് എന്താണെന്നാണല്ലോ താങ്കൾ ചോദിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇതൊന്നും അറിയാത്ത ഒരാളല്ലല്ലോ? ബിനോയ് വിശ്വം ഇത് അറിയാത്ത ആളല്ല. അദ്ദേഹം അങ്ങനെ പരസ്യമായി തന്നെ ഫേസ്ബുക്കിലൂടെയും മറ്റും ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. അതെന്താണെന്നാണ്? അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പലതും പറയുന്നുണ്ട്. ഇപ്പോൾ CPI കഴിഞ്ഞ കാലയളവിലൊക്കെ കാനം രാജേന്ദ്രൻ താങ്കൾ പറഞ്ഞു, ആദ്യത്തെ ഇടത് സർക്കാർ 2016 അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യത്തെ 1-2 വർഷമൊക്കെ അദ്ദേഹം വളരെ കണിശമായി തന്നെ പല വിഷയങ്ങളിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് സ്വന്തം നിലപാടുകൾ, CPIയുടെ നിലപാടുകൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ടാണ് അദ്ദേഹം അത് പൂർണ്ണമായും ഉപേക്ഷിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയാതെ പോയി കഴിഞ്ഞാൽ, ഇനി ഇങ്ങനെ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ സംഗതി നടക്കില്ല എന്നൊരു തോന്നൽ, അങ്ങനെ ആയാൽ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലേണ്ടി വരും എന്നൊരു തോന്നൽ ബിനോയ് വിശ്വത്തിന് ഉണ്ടായിട്ടുണ്ടോ? അതാണോ ഇതിന് പിന്നിൽ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രമോദ്. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷേ ആകെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്, താൻ ദുർബലനാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. ബിനോയ് വിശ്വം എന്ന CPI നേതാവ്, സംസ്ഥാന സെക്രട്ടറി പിന്നെ ദുർബലനാണോ എന്നൊരു തോന്നൽ, മറ്റ് പല കാരണങ്ങളും, ആഭ്യന്തര കാര്യങ്ങളുണ്ടാവാം, മുന്നണി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അങ്ങനൊരു മനോഭാവം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ ആണെന്നുണ്ടെങ്കിൽ ഈ CPIയുടെ CPM-ൻ്റെ കാര്യങ്ങൾ അവരങ്ങനെ മറ്റു പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പറയുകയാണെങ്കിൽ LDF-ലാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ തമ്മിലാണ് പറയാറുള്ളത്. അതേസമയം എത്രയോ കാര്യങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാനുണ്ട് CPIയെ സംബന്ധിച്ച് പറയാനുണ്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, ഈ അഴിമതിക്കെതിരെ ഇതെല്ലാം അഴിമതിയായിട്ട് ബന്ധപ്പെട്ടതും സാമൂഹ്യ വിരുദ്ധ പ്രവണതകളും ഒക്കെ എതിരായിട്ട് നിൽക്കുന്നത് തന്നെയാണല്ലോ. ഞാൻ പേരൊന്നും പറയേണ്ട ആവശ്യവുമില്ല. കഴിഞ്ഞ 1 വർഷത്തെ മാത്രം താങ്കളുടെ കണക്കെടുത്ത് നോക്കൂ. സർക്കാർ ജീവനക്കാരുടെ അഴിമതിക്കെതിരെ, അവരുടെ കൈക്കൂലിക്കെതിരെ ഒക്കെ ഒരുപാട് പോലീസ് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അച്ചടക്ക നടപടികൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഏത് സംഘടനയിൽപ്പെട്ട ജീവനക്കാരാണ് അതിൽ 70% എന്നുള്ളതെന്ന് അന്വേഷിക്കൂ. ഞാനിവിടെ പേരൊന്നും പറയാൻ തയ്യാറാവുന്നില്ല, സംഘടന ഏതാണെന്നുള്ളതൊന്നും.
കാര്യം അതിനല്ലല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കണം ഏത് സംഘടന 70% ജീവനക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് സംഘടനയിൽപ്പെട്ടവരാണ്. ഒന്ന്. രണ്ടാമത് മധ്യ പറഞ്ഞതിന്റെ സൂചന CPIയുടെ സംഘടനയാണ് എന്ന് തന്നെയാണല്ലോ. അത് നിഷേധിക്കുന്നില്ലല്ലോ താങ്കൾ പറഞ്ഞതിന്റെ സൂചന CPIയുടെ സംഘടനയാണ് എന്നുള്ളതാണ്. കാരണം CPI അങ്ങനെ നല്ല പിള്ള ചമയണ്ട എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് നല്ല പിള്ള ചമയേണ്ടെന്ന അർത്ഥത്തിലേ അല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ CPIഎമ്മിൻ്റെ വക്താവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് പ്രമോദ്. അത് താങ്കൾക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ അകത്ത് പറയുന്ന അഭിപ്രായം CPIഎമ്മിനെ അവരെന്നെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല അവരുടെ അഭിപ്രായം പറയാനായിട്ട്. ഞാൻ അവരുടെ അഭിപ്രായം പറയാൻ ആളുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടാണ് താങ്കൾ ചോദിച്ചതെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. അത് CPIഎമ്മിനും ബാധകമാണ്, CPIക്കും ബാധകമാണ്, ഭരണമുന്നണിക്കാകെ ബാധകമാണ് എന്നുള്ള നിലപാടുകാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കക്ഷിയെ പേരെടുത്ത് പറയാതിരിക്കുന്നത് അത് പിന്നെ ഞാനത് വേണ്ട എന്ന് വെച്ചിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മധ്യ തിരുവിതാംകൂറിലെ ഒരു ജില്ലയിലെ അറിയുമോ താങ്കൾ വരുന്നതിന് മുമ്പ് ശ്രീ കെ എ ഷാജി, വാസ്തവത്തിൽ ഇത് CPIക്ക് ഒരു ദുർബലനായ സെക്രട്ടറിയാണ് ഉള്ളത് എന്നൊരു തോന്നൽ ഒഴിവാക്കാൻ വേണ്ടി ബിനോയ് വിശ്വം നടത്തുന്ന ഒരു വിമർശനമാണോ, അതോ അതിലും ആഴത്തിൽ യഥാർത്ഥത്തിൽ CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താനും പഠിക്കാനും അല്ലെങ്കിൽ തെറ്റ് തിരുത്താനും ഏറെയുണ്ട്? അത് കണ്ണൂരിൽ മനു തോമസ് വെളിപ്പെടുത്തിയ P ജയരാജനും അദ്ദേഹം സംരക്ഷിക്കുന്നു എന്ന് പറയപ്പെടുന്ന കൊട്ടേഷൻ സംഘത്തിനുമൊക്കെ എതിരായി അദ്ദേഹം മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ യഥാർത്ഥത്തിൽ CPM മനസ്സിലാക്കേണ്ടതാണ്. അതിനെ പാർട്ടി തന്നെ കണ്ടിട്ടുള്ളത് വെറും അപവാദ പ്രചാരണമായിട്ടാണ്. ആ അപവാദ പ്രചാരണമല്ല. ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് കുറച്ചു മുമ്പാണ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിച്ചത് അത് അപവാദ പ്രചാരണമാണ് എന്ന്. പക്ഷെ അതിനെയാണ് അപവാദ പ്രചാരണമല്ല, അത് വാർത്തകൾ തന്നെയാണ്, അതിൽ സത്യമുണ്ട്, അത് പരിശോധിക്കണമെന്ന് ബിനോയ് വിശ്വം പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ CPMനേക്കാളും മനു തോമസിനെയാണ് CPI വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലെങ്കിലും എന്ന് പറയേണ്ടി വരില്ലേ? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ CPIയുടെ കാര്യത്തിൽ അതിന് ചരിത്രപരമായിട്ടൊരു ദൗത്യമുണ്ട്. എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകളെ ആരാണോ ഭരണത്തിലിരിക്കുന്നത്, വലതുപക്ഷമാണോ ഇടതുപക്ഷമാണോ എന്ന് നോക്കാതെ വളരെ നിർഭയമായി കാര്യങ്ങൾ പറയുകയും നിർഭയമായി അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റ് തിരുത്തുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഒരു സമീപനം CPIക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ PKVയുടെ കാലത്തായാലും വെളിയം ഭാഗവൻ്റെ കാലത്തായാലും അതിനുശേഷം CK ചന്ദ്രപ്പൻ്റെ കാലത്തായാലും എല്ലാം അങ്ങനെ കേരളത്തിലെ ഒരു വളരെ കൺസ്ട്രക്റ്റീവായ ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് നമ്മൾ പൊതുസമൂഹം CPIയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അത് വർഷത്തേക്ക് വന്നെങ്കിലും കേരളത്തിൽ എല്ലാ കാലത്തും വിശ്വസനീയതയുള്ള ഒരു കൂട്ടം നേതാക്കന്മാർ, ഒരുപാട് സ്വാർത്ഥമായി ചിന്തിക്കുന്നതിനപ്പുറം വിശാലമായ പൊതു താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകൾ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഈ സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായി ജാതി സംവരണമാണ് ശരി, സാമൂഹിക നീതി അടിസ്ഥാനമായിട്ടുള്ള സംവരണമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് CPIഎമ്മിൻ്റെ സാമ്പത്തിക സംവരണ നയങ്ങളെ വരെ എതിർത്തിട്ടുള്ള പാർട്ടിയാണ് CPI. അപ്പോൾ ഈ CPIയുടെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിലുള്ള കേരളത്തിലെ ഒരു സ്ഥാനം അത് ഏതാണ്ട് 2016 ഒന്നാം പിണറായി സർക്കാർ വന്ന് കുറച്ച് കാലം കഴിയുന്നതുവരെ തുടർന്നു വന്നതാണ്. ഒടുവിൽ കാരൻ രാജേന്ദ്രൻ ആ സമയത്ത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ 2016 കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ ശക്തമായ കൺസ്ട്രക്റ്റീവായ വിമർശനം ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെതിരെ കൊണ്ടുവരികയും അങ്ങനെ സർക്കാർ തന്നെ പല കാര്യങ്ങളും തിരുത്താൻ നിർബന്ധിതമായി. ഇപ്പം നമ്മൾ നോക്കുക, ഏറ്റവും ഒടുവിലായിട്ട് കുറേ മനുഷ്യരെ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പിറകിൽ നിന്ന് വെടിവെച്ചു കൊന്ന പ്രശ്നത്തിൽ ആ പാലക്കാടൊക്കെ പോയി അന്വേഷിച്ച് കാരൻ രാജേന്ദ്രൻ നടത്തിയ പ്രസ്താവനകൾ CPIയുടെ ഇടപെടലുകളുടെ ഒടുവിലത്തെ ചില ഉദാഹരണങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നോക്കിയാൽ CPI വളരെ കൃത്യമായി സറണ്ടർ ചെയ്യുന്നു, എല്ലാത്തിൻ്റെ മുന്നിലും മൗനം ദീക്ഷിക്കുന്നു, എല്ലാ അനീതികൾക്കും കൊടിപിടിക്കുന്നു. ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാരിലേക്ക് വന്നപ്പോൾ മന്ത്രിസഭാ യോഗങ്ങളിൽ പോലും CPIയുടെ മന്ത്രിമാർ എന്തെങ്കിലും എതിര് പറഞ്ഞതായിട്ട് നമ്മൾ അറിയുന്നില്ല. ഏതെങ്കിലും കോൺട്രോവേഴ്സ്യലായ നയങ്ങളിൽ ഇതല്ല ജനങ്ങളുടെ മുന്നിൽ എടുത്തു മുന്നണി പറയേണ്ടത് എന്ന് CPIയുടെ മന്ത്രിമാർ പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഇവിടെ ഉണ്ടോ, അല്ലെ അവർ ജാഗ്രതയായി കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ CPIയുടേതായ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോഴെല്ലാം CPI വളരെ കുറ്റകരമായ മൗനമാണ് 2016 തൊട്ട് 2024 വരെ ഈ പാലിച്ചുകൊണ്ടിരുന്നത്.
ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവന നമ്മൾ നോക്കുക. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 4 or 5 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടുകയായിരുന്നെങ്കിൽ CPI എങ്ങനെ ഒരു നിലപാടെടുക്കുമായിരുന്നു, ഇങ്ങനെ കാര്യങ്ങൾ പറയുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ആ മൗനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഇടതുപക്ഷത്തിനെന്നല്ല കേരളത്തിന് മൊത്തത്തിൽ തകർച്ചയെ ഉണ്ടാക്കൂ എന്നുള്ള ഒരു വലിയ ഘട്ടത്തിന് നിർത്തിയപ്പോൾ അവിടെയെങ്കിലും CPIയുടെ സെക്രട്ടറി പ്രതികരിക്കണ്ടേ? അപ്പം ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് അവസരവാദമാണ്. അതിൻ്റെ പിന്നെ വേറെ ഒരു ദുരുദ്ദേശമുണ്ട്, പബ്ലിസിറ്റി നേടാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള രാഷ്ട്രീയമാണ്. കാരണം ഒരു വിശാല ഇടതുപക്ഷത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ് ബിനോയ് വിശ്വത്തെ പോലുള്ള ആളുകൾ. അവർ നോക്കുമ്പോൾ കണ്ണൂർ പോലെയുള്ള ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറേ സ്വർണ്ണക്കടത്തുകാരുടെ കൈകളിലേക്ക് പോകുന്നു, കുറേ കള്ളക്കടത്തുകാരുടെ കൈകളിലേക്ക് പോകുന്നു, ക്രിമിനലുകളുടെ കയ്യിലേക്ക് പോകുന്നു, കൊലപാതകങ്ങളുടെ കൈകളിലേക്ക് പോകുന്നു. ഈ പോകുന്നു ഇതൊന്നും കമ്മ്യൂണിസം അല്ലെന്നും ഇതൊന്നും ഇടതുപക്ഷമല്ലെന്നും വിളിച്ചു പറയാനുള്ള ബാധ്യത CPI ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ വളരുന്ന തലമുറയുടെ മുന്നിൽ എന്ത് രാഷ്ട്രീയമാണ് നമ്മുടെ ഇടതുപക്ഷത്തിന് പറയാനുള്ളത്? അത് CPI എങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? കുഞ്ഞനന്തനാണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ആചാര്യൻ എന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തൂല്ലേ? അല്ലെങ്കിൽ ആദർശ് സില്ലങ്കേരി പറയുന്നതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആപ്തവാക്യം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തില്ലേ? അതുപോലെ ഭീഷണിയും ഗുണ്ടായുസവും കൊണ്ട് സോഷ്യൽ മീഡിയ അടക്കം ഞെട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഇപ്പോൾ നടക്കുന്ന ഈ കോമാളി നാടകങ്ങൾക്കെല്ലാം എൻഡോഴ്സ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് CPI എത്തില്ലായിരുന്നു. അപ്പൊ ഇത് CPI പറയുമ്പോൾ ഒരു വിശാല ഇടതുപക്ഷത്തിന്റെ ഗുണപരമായ പരിവർത്തനത്തിൽ ഇന്നും വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ അതിനെ കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കാതെ ഈ നൗഷാദ് അലി ഇപ്പോ ഈ വിമർശനം നടത്തിയതോടെ ഉടനെ അങ്ങ് ക്ഷണിക്കുകയാണ് UDF-ലേക്ക് CPI-യെ. ഇന്ന് UDF കൺവീനർ MM ഹസൻ നേരിട്ട് തന്നെ പറഞ്ഞു CPI UDF-ലേക്ക് വന്നോളൂ. അതായത് ഒരു വിമർശനം വരുമ്പോഴേക്കും അവർക്കുള്ളിൽ ഒരു ആത്മപരിശോധന ആരംഭിക്കണമെന്ന് പറയുമ്പോഴേക്കും CPI-യെ ഇങ്ങോട്ട് വിളിക്കാൻ മാത്രം അവർ ശുദ്ധിയുള്ളവരായി കഴിഞ്ഞു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ കുറ്റങ്ങളും ഇല്ലാതായോ? ഇവിടെ നമ്മൾ ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് അത്തരത്തിലുള്ള നിങ്ങൾ പറഞ്ഞ UDF കൺവീനറുടേത് പോലെയുള്ള പ്രസ്താവനകളൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതൊന്നും ഒരു പുതുമയുള്ളതോ വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു ചുറ്റുപാട് അന്തരീക്ഷത്തിൽ രൂപപ്പെടുമ്പോൾ അതിന് ആക്കം കൂട്ടുന്ന ഊക്കു പകരുന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പ്രസ്താവനകളിലൂടെയൊക്കെ നടത്തും. അതിൻ്റെ ഒരു രാഷ്ട്രീയം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം വളരെ ഗൗരവമായിട്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രസക്തമായത് ബിനോയ് വിശ്വത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയാണല്ലോ. ഞാനത് മനസ്സിലാക്കുന്നത് ബിനോയ് വിശ്വം പറഞ്ഞത് കേരളത്തിലൊരു ശരാശരി ഇടതുപക്ഷ വിശ്വാസി, അത് CPM-ഓ CPI-യോ എന്ന ഭേദമില്ലാതെ ഒരു ഇടതുപക്ഷ വിശ്വാസിയുടെ, ഇടതുപക്ഷം ഇഷ്ടപ്പെടുന്നവരുടെ, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു പോരുന്ന ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ അവരുടെ അനുഭാവികളുടെയൊക്കെ ഒരു വികാരമാണ് ബിനോയ് വിശ്വം ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബിനോയ് വിശ്വം അങ്ങനെ പ്രകടിപ്പിക്കാൻ പോലും പാടില്ല എന്ന മട്ടിലൊക്കെ പറയുമ്പോൾ വീണ്ടും ഇവർ പാഠം പഠിക്കാതെ ഈ ജനാധിപത്യ വിരുദ്ധതയിലും അവർ ഇതുവരെ അഭിരമിച്ച പ്രവണതയിലൊക്കെ മുഴുകി തന്നെ നീങ്ങാനാണ്. തെറ്റിതിരുത്താൻ ഇവർക്ക് ഭാവമില്ല എന്നുള്ളതാണ് ശ്രീ ജയചന്ദ്രൻ്റെയൊക്കെ വാക്കുകളിലൂടെ, അത് CPM-ൻ്റെ നിലപാടാണെങ്കിൽ ആ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, പിന്നെ CPM-ന്റെ നിലപാട് ആയിട്ട് നമുക്ക് ഇപ്പൊ കണക്കാക്കാൻ കഴിയില്ല. കാരണം പരസ്യമായിട്ട് CPM അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടുമില്ല. ശ്രീ ജയചന്ദ്രൻ പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം നിരീക്ഷണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന്റെ ഒരു നിലപാടിൻ്റെ ഒരു മൈൽഡായ വേർഷനാണ് ജയചന്ദ്രൻ പ്രകടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെ സോഫ്റ്റായിട്ട് അത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കരുതുന്നുള്ളൂ. അതിനേക്കാളൊക്കെ എത്രയോ ഗാഢമായ പ്രതിഷേധവും രോഷവും ഒക്കെ CPM-ന് ഈ പുതിയ സാഹചര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഈ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ അതൊക്കെ CPM കഴിഞ്ഞൊരു 1-2 പതിറ്റാണ്ടായി അനുവർത്തിച്ചു പോരുന്ന നയവൈകല്യങ്ങൾ, അവർ പിഴച്ച വിത്തുകൾ പാകിയതിൻ്റെ ആ വിളവെടുപ്പിൻ്റെ ആ ശേഷമുള്ള വലിയ തോതിലുള്ള അപശബ്ദങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവരുടെ ഈ തുടർഭരണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അതൊക്കെ അങ്ങ് ശതഗുണീഭവിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പാർട്ടി ആളെ കൊല്ലാനായിട്ട് കില്ലർ സ്ക്വാഡിനെ വാടകയ്ക്ക് എടുക്കുക, എന്നിട്ട് ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, അവരെ ഒഴിഞ്ഞു കിട്ടാൻ ഊഴം കാത്ത് പിന്തുടരുക, അർദ്ധാവസരങ്ങൾ പോലും കിട്ടിയാൽ അത് പൂർണ്ണാവസരങ്ങളാക്കി അവരുടെ മേൽ ചാടി വീണ്
അവരെ വകവരുത്തുക, എന്നിട്ട് ഈ പറഞ്ഞ കില്ലർ സ്ക്വാഡിനെ ഒളിവിൽ മാറ്റി വാടകയ്ക്ക് പ്രതികളെ കൊടുക്കുക, ഈ കില്ലർ സ്ക്വാഡിൻ്റെ മുഴുവൻ ചെലവുകളും അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും വഹിച്ച് അവരെ തീറ്റിപ്പൊറ്റി മുന്നോട്ട് കൊണ്ടുപോവുക. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ ക്രിമിനലുകളാണ്. അവർ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാവിനൊക്കെ ബാധ്യതയായി മാറും. ആ ബാധ്യതയാണ് ഇന്ന് TP വധക്കേസിലെ പ്രതികളെ പുറത്തുവിടുന്നതിലടക്കം CPM പ്രതിക്കൂട്ടിലാവാനുള്ളൊരു കാരണം. ഇപ്പോൾ ഇത്തരത്തിലുള്ള മനു തോമസുമാരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് പറയുന്നത് അതൊരു സത്യമാണ് എന്ന് കണ്ണൂരിലെ CPM-നെ നിരീക്ഷിക്കുന്ന ആർക്കും അറിയാം, അവിടുത്തെ പ്രവർത്തകർക്കറിയാം, അവിടുത്തെ അനുഭാവികൾക്കറിയാം, നിഷ്പക്ഷമതികൾക്കറിയാം. അങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾ ഇത് പുറത്ത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ ന്യായീകരിക്കാനുള്ള വാചാടോപങ്ങളൊക്കെ മുഴക്കും. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെ എന്നോ കേരളത്തിലെ പൊതുസമൂഹം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CPM-ൻ്റെ ഇത്തരം ചെയ്തികൾ ഇവിടെ പുറത്തു വന്ന കാര്യങ്ങളൊക്കെ ഈ ക്രിമിനലുകൾ അനായാസം ചെയ്യാൻ അവർക്ക് മനസ്സുള്ള കാര്യങ്ങളാണ്. സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, മറ്റു കൊട്ടേഷൻ പ്രവൃത്തികൾ, ഗുണ്ടാ പ്രവൃത്തികൾ. പക്ഷേ ശ്രീ നൗഷാദ് അലി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു, അതിനോട് CPI പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CPI ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ചെയ്ത പോലെയുള്ള വാക്കുകളിൽ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. വളരെ ശക്തമായ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ അത്. തെരഞ്ഞെടുപ്പിൽ തോറ്റ സന്ദർഭത്തിൽ പോലും ഇല്ലാതിരുന്ന ഒരു വിമർശനം, വളരെ അപ്പോൾ പോലും പ്രകടിപ്പിക്കാതിരുന്ന തരത്തിലുള്ള ഒരു ഭാഷയിലുള്ള ഒരു വിമർശനമാണ്. അപ്പോൾ അത് ഈ സമയത്ത് അത് CPI മുന്നോട്ട് വയ്ക്കുന്നു. CPIക്ക് അതിനുള്ള അർഹതയുണ്ട് എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? കാരണം CPM ആണ് പിഴച്ച പാർട്ടി, അല്ലെങ്കിൽ മോശം പാർട്ടി. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങൾക്കും ഒക്കെ സഹായം ചെയ്തു കൊടുക്കുന്ന പാർട്ടി CPM ആണ്. CPIക്ക് അവരെ അങ്ങനെ വിമർശിക്കാനുള്ള അർഹതയുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഞാൻ CPM-നെയും CPI-യെയും രാഷ്ട്രീയമായിട്ട് പിഴച്ച പാർട്ടികൾ എന്നൊരു സംജ്ഞ കൊണ്ട് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാർട്ടികളിലൊക്കെ പിഴച്ചുപോയ ആളുകളുണ്ടാവും, അത്തരം ശൈലികൾ അതിൽ പിടിമുറുക്കിയിട്ടുണ്ടാവും. CPM-ൽ അത് വളരെ പ്രകടവും വ്യക്തവുമാണ്. അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് ജനങ്ങളൊക്കെ ആ പാർട്ടിയെ കൈയൊഴുന്ന തരത്തിലേക്ക് പോകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പെടുത്താൽ അവിടെ ഈ തൃക്കരിപ്പൂര്, കല്യാശ്ശേരി, പയ്യന്നൂരൊക്കെ നേരിട്ടൊരു മറുപടി എനിക്ക് വേണം. അതായത് CPM-നെ അവർ രണ്ട് പാർട്ടികളാണല്ലോ, എന്തായാലും CPM-നെ വിമർശിക്കാനുള്ള അർഹത CPI-ക്കുണ്ടോ? ഇവിടെ ഞാൻ ഈ വിമർശനത്തെ കാണുന്നത് ഇപ്പം വിമർശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്നൊരു ഇടതുപക്ഷ മനസ്സിൻ്റെ പ്രതിഫലനമാണ് ബിനോയ് വിശ്വത്തിലൂടെ പുറത്തു വന്നത് എന്നാണ് എനിക്ക് നിരീക്ഷിക്കാൻ ആഗ്രഹം. കാരണം ഇവിടെ ഇത്തരത്തിലുള്ള യാതൊരു പ്രീസിഡൻസും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ പാർട്ടിയുടെ നേതൃതലത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോറ്റിട്ടും തങ്ങളുടെ ശൈലിയും ധിക്കാരവും ധാർഷ്ട്യവും ഉപേക്ഷിക്കാൻ ഇവിടുത്തെ നേതാക്കൾ തയ്യാറല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നിട്ട് പോലും. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ബംഗാളിലും രാജസ്ഥാനിലും ബീഹാറിലും ത്രിപുരയിലൊക്കെ CPM നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ്. രാഹുൽ ഗാന്ധി അവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. ഈ രാജ്യത്തെ ഏക CPM-ൻ്റെ മുഖ്യമന്ത്രി 21-22 ദിവസത്തെ വിദേശയാത്രയ്ക്ക്, ഉല്ലാസയാത്രയ്ക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് BJP-യുടെ കേരളത്തിലെ പ്രഭാരി വന്നിട്ട് LDF കൺവീനറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതിൻ്റെ വാർത്തകൾ പരസ്യമായിട്ട് പുറത്തു വരുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ പരസ്യമായിട്ട് മാസപ്പടി വിവാദത്തിലേക്ക് കടന്നു വരുന്നു. വിവിധ ഏജൻസികളുടെ കേസുകൾ വരുന്നു. ഇതൊക്കെ CPM എന്ന പാർട്ടിയുടെ ചരിത്രത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങിയതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് നിങ്ങൾ പറയുന്നത് അന്ന് ശബരിമല ഉണ്ടായിരുന്നു, അന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നെഹ്റു കുടുംബാംഗം ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്നതിൻ്റെ വലിയ തോതിലുള്ള ആകാംക്ഷകൾ ഈ സംസ്ഥാനത്തിനുണ്ടായിരുന്നു. ഇത് രണ്ടും ഇന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റത് വളരെ കൃത്യമായിട്ട് ഈ നിലപാടുകളോടുള്ള ജനങ്ങളുടെ പ്രതിലോമകരമായ അവരുടെ പ്രതിഷേധമാണ്. അത് കുറേയൊക്കെ BJP-യിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടെ കാണണം. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച പ്രസ്താവന താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് അതിനകത്ത് പറയുന്നത്, ചില മാധ്യമങ്ങൾ തുടർച്ചയായി CPM-നെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതവും അപലപനീയവുമാണ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അതായത് മാധ്യമങ്ങൾ എന്തോ പാർട്ടിക്കെതിരെ ഇപ്പോൾ വീണ്ടും അപവാദ പ്രചാരണങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ്. അതേസമയം തന്നെ പറയുന്നുണ്ട്,
പിന്നെ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലേക്ക് എത്തിയത്, ഈ പ്രസ്താവന പുറപ്പെടുവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ആരാണ്? അത് മനു തോമസ് ആണ് എന്ന് പറയുന്നതാണോ ശരി, അതോ പി ജയരാജൻ എന്ന് പറയുന്നതാണോ ശരി? കാരണം മനു തോമസ് പാർട്ടിയിൽ നിന്ന് സ്വയം പിന്മാറുകയായിരുന്നു. കുറെ കാലം 1.5 വർഷമായി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ അതുകൊണ്ട് മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനം പാർട്ടി എടുത്തു. അത് അവിടെ തീരുമാനമായിരുന്നു. അത് വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പും വന്നു. അവിടെ തീരേണ്ട ആ കാര്യത്തിൽ പി ജയരാജന്റെ ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു? അവിടെയല്ലേ യഥാർത്ഥത്തിൽ ഈ അപവാദ പ്രചാരണം എന്ന് ഇപ്പോൾ CPM പറയേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത്? അല്ല, കാര്യങ്ങൾ ആരംഭിക്കുന്നത് അപ്പോഴൊന്നുമല്ല. ഇപ്പോൾ താങ്കളുമായി മനു നടത്തിയ അഭിമുഖമുണ്ടല്ലോ, അതിപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനു തോമസ് പറയുന്നുണ്ട്, നിലപാടും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ MV ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മനു തോമസ് അത് പറയാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. മനു തോമസ് അത് പറയാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ 1.5 വർഷമായി അദ്ദേഹം ആ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, പാർട്ടിയെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അപവാദ പ്രചാരണം നടത്തണമെന്നുണ്ടെങ്കിൽ തനിക്ക് പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്താകാമായിരുന്നല്ലോ. അത് ചെയ്തില്ല. അതിനു മുമ്പും അദ്ദേഹം സൈലന്റായി നിന്നതേ ഉള്ളൂ. ആരാണ് പ്രകോപിപ്പിച്ചത്? അല്ല, അത് തന്നെയാണല്ലോ ആ അഭിമുഖത്തിൽ പറയുന്നതും. പ്രകോപനം ഉണ്ടായത് പി ജയരാജൻ്റെ ഭാഗത്തു നിന്നാണ്. ഞാനും പറഞ്ഞത് അത് തന്നെയാണ്. MV ജയരാജൻ തലേ ദിവസം, പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് തലേ ദിവസം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മാധ്യമങ്ങളെ കണ്ട് വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങളാകെ വ്യക്തത വരുത്തിയതിന് ശേഷം പിറ്റേന്ന് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടിയിരുന്നില്ല എന്നുള്ള അഭിപ്രായം പൊതുവിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് മനു തോമസും പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് തന്നെ വീണ്ടും പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഈ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചതിൻ്റെ പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത്. അതിന് പിന്നാലെ വരുന്നത് പിന്നെ പി ജയരാജന്റെ മകന്റെ പ്രേരിപ്പിച്ചതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ CPM ഈ പ്രസ്താവനയിൽ പറയുന്ന ഈ കാര്യത്തിന് എന്തടിസ്ഥാനം? ചില മാധ്യമങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചാരണങ്ങൾ എന്ന് പറയുന്നതിന് എന്തടിസ്ഥാനമാണുള്ളത്? പി ജയരാജൻ ട്രിഗർ ചെയ്ത ഒരു വിവാദമാണ് ഇപ്പോൾ നമ്മൾ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനു തോമസിനെതിരായി ചില കാര്യങ്ങൾ പറയണമെന്നത് അത് മാത്രമല്ല, അദ്ദേഹം പിന്തുണയ്ക്കുന്നുവെന്ന് മനു ആരോപിക്കുന്ന ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണം, അവർക്ക് ഇടപെടാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണം എന്ന നിലയിൽ നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് എന്നാണ് പിന്നെ പൊതുവിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ മനു ആരോപിക്കുന്നത് അങ്ങനെയാണ്. അതാണ് സത്യം എന്ന് വരികയല്ലേ ഇപ്പോൾ? അല്ല പ്രമോദ്, അതിൻ്റെ അകത്തൊരു പ്രശ്നം. ഞാനിന്ന് മീഡിയ വണ്ണിൽ തന്നെയാണ് കണ്ടത്, സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു വാർത്ത. അത് 2 മാസം മുമ്പ്, തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപ്, എരമം പയ്യന്നൂരിനടുത്തുള്ള എരമം DYFI സെൻട്രൽ മേഖലാ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഒക്കെ ആയിട്ടുള്ള ഒരാളെ നാട്ടുകാർ പിടിച്ച്, ഈ സ്വർണ്ണ പൊട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് നാട്ടുകാർ പിടിച്ച് പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയും പിന്നെ പാർട്ടി ഇയാളെ പുറത്താക്കുകയും ചെയ്യുന്ന ഒരു നടപടി ഇന്ന് ഞാൻ കണ്ടത് മീഡിയ വണ്ണിലായിരുന്നു. അപ്പോൾ അത് മറ്റു ചാനലുകളിലും വന്നിട്ടുണ്ടാവുമല്ലോ. അതുപോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്നതും കൂടെ നമ്മൾ കാണണമെന്ന് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇത് 2 മാസം മുമ്പ് വന്ന കാര്യമാണെങ്കിൽ ഇത് ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് മാധ്യമങ്ങൾ ഈ വിഷയം. പക്ഷേ ഈ 2 മാസം മുമ്പ് പിടിച്ച വിഷയം ഇന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നതല്ലാതെ അത് പ്രധാന വാർത്തയാവുകയോ ഈ പറയുന്ന പിടിക്കപ്പെട്ട പിന്നീട് CPM പുറത്താക്കപ്പെട്ട ആളിൻ്റെ പിന്നാലെ കൂടി എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളുകള്ളികൾ എന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതൊരു വിപുലമായ സ്റ്റോറിയായി ഡെവലപ്പ് ചെയ്യുകയൊന്നും മാധ്യമങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അതിനത്രയും ന്യൂസ് വാല്യൂ ലഭിക്കില്ല. അതാണ് കാരണം, ഒന്നാമത്തെ കാരണം. 2, മനു തോമസ് എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാ ചാനലുകളിലും വാർത്തയും തലക്കെട്ടുമാണ് ശ്രീ ജയചന്ദ്രൻ. എല്ലാ ചാനലുകളിലും വാർത്തയും തലക്കെട്ടുമാണ്. ഞാൻ ശ്രീ ഷാജി ഉണ്ടാവും പ്രമോദ്. അല്ല, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷാജി, ഈ പറയുന്ന വാർത്ത ഒരു കാര്യം തെളിയിക്കുന്നുണ്ട്. ആരും പറഞ്ഞിട്ടില്ലെങ്കിലും CPM എടുക്കേണ്ട നടപടി എടുത്തിരിക്കും. അത് താഴെ തലത്തിലാണ് എന്ന് നമ്മൾ കാണണം. ഒരു ബ്രാഞ്ച് അംഗത്തിനെതിരെയാണ് നടപടി ഉണ്ടായത്. ഓക്കെ,
എങ്കിൽ പോലും അങ്ങനെ ഒരു സന്ദർഭത്തിൽ, അതായത് അത് പുറത്തു വന്നാൽ, അങ്ങനെ ഒരു തെളിവോടുകൂടി അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPM എന്നുകൂടി ഇതിൽ നിന്ന് വായിക്കാനില്ലേ? അത് നമുക്കങ്ങനെ വായിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം നോക്കാം. ഏത് തരത്തിലുള്ള മീനാണ്, ചെറിയ മീനുകൾ കുടുങ്ങിപ്പോകുമ്പോൾ വലിയ മീനുകൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഈ പാർട്ടി തന്നെയുണ്ട്. ഒരുപാട് തെറ്റ് ചെയ്ത ആളുകൾ, സ്വർണം കടത്തിയ ആളുകൾ, ആകാശ് തില്ലങ്കേരി അകത്താണോ പുറത്താണോ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ആളുകളെല്ലാം വളരെ ആധികാരികമായി അഭിപ്രായം പറയുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ പോലും ഈ കുറ്റക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ അഭിപ്രായം പറയുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടായിട്ടില്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്ന ഈ സ്വർണം കടത്തലും പൊട്ടിക്കലും മറ്റു കൊലപാതകങ്ങളും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലെല്ലാം പാർട്ടി പ്രതിരോധത്തിലാവുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടിക്കുള്ളിൽ പിന്നെ കുറച്ചു കാലമായിട്ട് പാർട്ടിക്കുള്ള ഏകാഭിപ്രായങ്ങളുണ്ടോ? ഇപ്പോൾ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മനു തോമസിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു സംഘടനാപരമായ നടപടിയായി മാറേണ്ട, ആരും ശ്രദ്ധിക്കാണ്ട് പോകേണ്ട ഒരു കാര്യത്തിൽ പി ജയരാജനെ പോലുള്ള ഒരു ഉന്നതനായ നേതാവ് കയറി അഭിപ്രായം പറയുകയും വേറിട്ടൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും അത് കുറേ ആളുകൾ, സമൂഹം വെറുക്കുന്ന കുറേ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴല്ലേ കാര്യങ്ങൾ മാറിപ്പോയത്. അല്ലാതെ ഇതിനകത്ത് ഇവിടെ മാധ്യമങ്ങൾക്ക് എന്താണ് താല്പര്യം? മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഈ വ്യത്യസ്തതകളെ, വ്യത്യസ്ത അഭിപ്രായങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറുവശത്ത് ഈ ആളുകൾ വളരെ കൃത്യമായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ജനങ്ങളുടെ മുന്നിൽ വലിയൊരു മാതൃകയില്ലേ? ടി പി വധക്കേസിലെ പ്രതികൾ പോലും പരോളിൽ ഇറങ്ങി പുറത്തിറങ്ങി കഞ്ചാവ് പാർട്ടി നടത്തിയിട്ട് അറസ്റ്റിലായ ഇതൊരു വലിയൊരു ചിത്രമാണ് കണ്ണൂരിൽ നിന്നുള്ളത്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞതിന്റെ ഉദ്ദേശിച്ചത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മാധ്യമങ്ങൾ ഇതിന്റെ പുറകെ പോകുന്നില്ല, ഇതിന്റെ പുറകെ പോയിട്ട് ഈ പുറത്താക്കപ്പെട്ട ആളോട് കാര്യങ്ങൾ ചോദിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലേ വീണ്ടും മാധ്യമങ്ങൾ പ്രചാരവേല നടത്തുന്നു പിന്നെ എന്ന ആരോപണത്തിലേക്ക് അത് പോവുക? അതല്ല പി ജയരാജൻ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് ഷാജി ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്ല എന്ന് പറഞ്ഞത്. കാരണം അത് വീണ്ടും വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം അല്ല. എന്തുകൊണ്ടെന്നാൽ പ്രമോദ് രാമനുമായി മനു തോമസ് നടത്തിയ ആ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ തന്നെ എന്താണ് മനു പറയുന്നത്? CPM ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ഒരു സംഭവം അത് തെറ്റായിട്ട് അവിടുന്ന് ചോർത്തി ഒരു മാധ്യമത്തിന്, പത്രത്തിന് കൊടുക്കുകയാണ്. ആ പത്രം പിറ്റേ ദിവസം പ്രസിദ്ധീകരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് ജില്ലാ സെക്രട്ടറിക്ക് വിശദീകരണം നൽകേണ്ടി വന്നത്. അപ്പോൾ അവിടെയാണ് പ്രശ്നം. അതിനെ കാണാതെയാണ് ഷാജി അത് ബോധപൂർവ്വം തമസ്കരിച്ചുകൊണ്ടാണ് പറയുന്നത് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ് പ്രശ്നം. അങ്ങനെയല്ലെന്നേ. അതാണല്ലോ മനു തോമസ് താങ്കളുടെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞത്. അത് DC യോഗം നടന്നു. DC യോഗത്തിൽ നിന്ന് ഒരാൾ ബോധപൂർവ്വം ചോർത്തി കൊടുക്കുന്നു ഒരു മാധ്യമം, അച്ചടി മാധ്യമത്തിന്, പ്രിന്റ് മീഡിയയ്ക്ക്. ആ മാധ്യമം പിറ്റേ ദിവസം അത് പ്രസിദ്ധീകരിക്കുന്നു വലിയ വാർത്തയായിട്ട്. എന്താണ് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ. അവിടെയാണ് മറ്റൊരു ടെലിവിഷൻ ചാനലിലാണ് വന്നത്. അതെനിക്കറിയാം, അത് അദ്ദേഹം പറയുന്നുണ്ട്. ജയചന്ദ്രൻ, ഞാൻ പറയുന്നത് അത് ആ ചോർത്തി കൊടുക്കുന്നത് അച്ചടി മാധ്യമം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറഞ്ഞത്. അങ്ങനെ ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പാർട്ടിയുടെ ഔദ്യോഗികമായ നടപടി പ്രകാരം അല്ലല്ലോ. പക്ഷേ അതിനകത്ത് മാധ്യമങ്ങൾ ചെയ്തു എന്ന് മനു തോമസ് ആരോപിക്കുന്ന എന്താ? അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ മാധ്യമം ചെയ്തു എന്ന് അദ്ദേഹം ആരോപിക്കുന്ന എന്താ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും, തന്നോട് പോലും വിളിച്ചു ചോദിക്കാൻ തയ്യാറാവാതെ അത് അതേപടി അങ്ങ് കൊടുക്കുകയാണ്. അതാണ് പിന്നെ പിറ്റേ ദിവസം MV ജയരാജന് മീഡിയയെ കാണേണ്ടി വന്നത്. അതിൻ്റെ പിറ്റേ ദിവസമാണ് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മനു തോമസിനെതിരായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഈ 2-3 ദിവസത്തെ ഒരു ചെറിയ സംഗതി അതിൻ്റെ അകത്തുണ്ട്. അത് വലിയ സംഗതിയായി മാറുകയുമാണ് ചെയ്യുന്നത്. അതാണ് അവിടെ വാസ്തവത്തിൽ സംഭവിച്ചത്. അപ്പൊ നമ്മൾ കാണുമ്പോൾ ഇത് രണ്ടും തുല്യമായി കാണാൻ നമുക്ക് ബാധ്യതയില്ലേ? പ്രശ്നം നിൽക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. അത് മാധ്യമങ്ങളുടെ മേലെ ചാരുന്നതിൽ അർത്ഥമില്ല. പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. മനു തോമസിനോട് അത് കൺഫേം ചെയ്യാമായിരുന്നു എന്ന താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് പാർട്ടിയുടെ ശത്രുക്കൾ ഉള്ളത് എന്നതാണ്. കാരണം അത് ചോർത്തി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത് എന്നുള്ളത് കൂടിയാണ്. സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. ശ്രീ KP നൗഷാദ് അലി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർത്താക്കുറിപ്പിൽ, അതായത് പിന്നെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പിൽ ആ വരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. വാക്കുകൾ കൃത്യമായി നോക്കണം. കൊട്ടേഷൻ സംഘങ്ങളെ എന്ന് വെച്ചാൽ ആകാശ് തെലങ്കേരി, അർജുൻ ആയങ്കി പോലുള്ള ആളുകളാണ് പാർട്ടിയുടെ പേര്. പാർട്ടി ഞങ്ങൾക്കറിയാം
എങ്ങനെ തീർക്കണമെന്ന് ഞങ്ങൾക്കറിയാം തുടങ്ങിയ പ്രകോപനപരമായ നിലയിലുള്ള വാക്കുകളിലൂടെ മനു തോമസിനെതിരെ പ്രതികരിച്ചു. അപ്പോൾ അവരെ ഒന്നും ഇതിന് ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കൃത്യമായി പാർട്ടി പറയുന്നുണ്ട്. മനു തന്നെ പറഞ്ഞ കാര്യമാണ്, അവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്, അവരെ സംരക്ഷിക്കുന്നത് പി ജയരാജനാണ് എന്ന്. പക്ഷേ അവരെ വ്യക്തമായി തന്നെ ഈ വാർത്താക്കുറിപ്പിലൂടെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല, പാർട്ടി ഈ വിഷയത്തിൽ കണ്ണടയ്ക്കുകയാണ്, എല്ലാം ഒളിച്ചു വയ്ക്കുകയാണ് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് പേരുകാരും ഞാനത് ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ CPM അത്തരത്തിൽ അവരെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇവരൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് CPMന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ഇടപെടലുകളും നടത്തുകയും പല വിവാദങ്ങളുണ്ടാക്കുകയും പല പരസ്യമായ ഭീഷണികൾ മുഴക്കുകയൊക്കെ ചെയ്തവരാണ്. അന്നൊന്നും CPM ഈ തരത്തിൽ പെരുമാറിയിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്തോ അത്യാവശ്യമായ ഒരു ഗത്യന്തരമില്ലായ്മ കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വൈകി വന്ന വിവേകത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ് ഞാൻ അതിനകത്തൊരു പോസിറ്റീവായി കാണുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവരെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തള്ളിപ്പറയാതിരുന്ന CPMൻ്റെ ആ പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ അവരെ തിരിഞ്ഞു കൊത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അവരുടെ ഈ തള്ളിപ്പറച്ചിലും അതിനു മുമ്പും അതിന് പിൻപും ഒക്കെ ഉണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളൊക്കെ. ഈ കണ്ണൂരിൽ തന്നെ ഈ മനുവിന് പി ജയരാജൻ മറുപടി നൽകി ഫേസ്ബുക്കിലൂടെ അദ്ദേഹം രംഗപ്രവേശം ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഒരു ലളിത യുക്തി കൊണ്ട് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ പല ഘട്ടങ്ങളിലായിട്ട് CPM ഉപയോഗപ്പെടുത്തിയ ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അവർക്കൊക്കെ എല്ലാ കാലത്തും ചെല്ലും ചെലവും സംരക്ഷണവും അല്ലെങ്കിൽ ഒരേപോലെ അവരുടെ മെയിൻ്റനൻസ് ഒന്നും നടത്തി കൊടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ അവർക്ക് തോന്നിയ വഴികളിലൂടെയൊക്കെ പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ വെട്ടുമ്പോൾ അതിനൊക്കെ അരുനിൽക്കേണ്ട ഒരു ഗതികേട് CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും അവിടുത്തെ നേതാക്കൾക്കൊക്കെ വന്നുപെട്ടിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഇത്തരത്തിലൊക്കെ മൂർച്ഛിച്ച് ഈ രൂപത്തിൽ അത് അവിടെ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മടങ്ങിയത് ശ്രീ കെ ഷാജി, അതായത് ഇവരെ കൂടാതെ ഈ വ്യക്തിപരമായി ഈ ഒന്നോ രണ്ടോ പേരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊട്ടേഷൻ സംഘം എന്ന് പറയുന്നത് ഒരളവ് വരെ CPMൻ്റെ സംഘടനാ ശക്തി നിലനിർത്തുന്നതിന് കണ്ണൂരിലാവട്ടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ നിന്ന് തന്നെ പറയേണ്ടി വരും, ഉപയോഗപ്പെടുത്തുന്നുണ്ട്, കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രകടമായ ഒരു പകതീർക്കലിൻ്റെ ഘട്ടത്തിൽ നാം കണ്ടത് TPയുടെ കൊലപാതകത്തിലാണ്. അപ്പോൾ ഇവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഒരു പ്രസ്താവനയിൽ തള്ളിപ്പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ തള്ളിപ്പറയാം എന്നല്ലാതെ ഇവരെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അത് പി ജയരാജന്റെ മാത്രം വിഷയമായി മനു ഉന്നയിക്കുന്നുണ്ടെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് ഇത്തരം സംഘങ്ങൾ വേണ്ടി വരുന്നുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു 10-30 കൊല്ലങ്ങളായിട്ട് കണ്ണൂർ ജില്ലയിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ പലപ്പോഴും ഒരു വശത്ത് CPM ആയിരിക്കും, മറുവശത്ത് BJP RSS ആയിരിക്കും. ആ കാലഘട്ടങ്ങളിലെല്ലാം ഇത് പാർട്ടിയുടെ ഹിറ്റ് സ്ക്വാഡുകൾ, അതായത് പാർട്ടിയുടെ അംഗങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പാർട്ടിക്ക് വേണ്ടി തിരിച്ചടി നടത്തുകയും അത് കൊലപാതകത്തിൽ പര്യവസാനിക്കുന്നതുമായിട്ടാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് കൊലപാതകം നടത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് കടന്നത് TP ചന്ദ്രശേഖരൻ്റെ ഭാഗത്തോടെയാണ്. അതിനു മുമ്പ് ഒരുപാട് നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPMകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, BJPക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊന്നും പണം കൊടുത്ത് വാടകയ്ക്കെടുത്ത നമ്പർ 1 ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കൊല നടത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇതേ കൊലയാളികൾ തന്നെ പരോളിലിറങ്ങി കള്ളക്കടത്ത് ആസൂത്രണം ചെയ്യുന്നു, മയക്കുമരുന്ന് പാർട്ടികൾ നടത്തുന്നു. അതേപോലെ തന്നെ ഈ കൊലയാളികളോ അല്ലെങ്കിൽ പാർട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ വേണ്ടി വരുന്ന പടയാളികൾ ഒരു വശത്ത്, അവർ തന്നെ മറുവശത്ത് ഗുണ്ടാ സംഘങ്ങളായി പരിണമിക്കുന്നു. ഒപ്പം തന്നെ അവർ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ ഭീഷണി മുഴക്കുന്നു. അതിൻ്റെ ഒപ്പം അവർ ഒരു സമാന്തരമായിട്ടുള്ള ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തുന്നു. അതിനുവേണ്ടി വളരെ ഈസിയായി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്താനും ആയുധം കള്ളക്കടത്ത് നടത്താനും സ്വർണം മോഷ്ടിക്കാനും ഒക്കെ പോകുന്നു. അങ്ങനെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ TP വധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കണ്ണൂരിലെ CPMൻ്റെ കാര്യത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. ഇത് തിരുത്തിയിട്ടില്ലെങ്കിൽ പാർട്ടിക്കെന്നല്ല ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുമോ?
കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ഒരു ചുറ്റുപാടുകളിൽ, പ്രത്യേകിച്ച് വർഗീയ ഫാസിസത്തിൻ്റെ വലിയൊരു വെല്ലുവിളി ഇന്ത്യ മൊത്തത്തിൽ തന്നെ ഇടതുപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ കണ്ണൂരിൽ ഇത്തരം കുറേ വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ പാർട്ടി വളർത്താം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്ന, ഇടതടിച്ച് നിൽക്കുന്ന ആളുകളെ വിരട്ടി കൂടെ നിർത്താം. ഇതൊക്കെ വിചാരിച്ചാൽ വളരെ അശാസ്ത്രീയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം പറഞ്ഞ കാര്യത്തിന് ഇന്നുള്ള പ്രസക്തി. കാരണം ഒരു വലിയ ശുദ്ധീകരണം തുടങ്ങിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടെ എവിടെയും നിൽക്കില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തൃശ്ശൂർ ഒരു മണ്ഡലം BJP ജയിച്ചെങ്കിൽ ഒരുപാട് അസംബ്ലി മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ ജയത്തോടടുത്തോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ചലഞ്ച് ഇവിടെ നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ നിലയിലുള്ള ആത്മാർത്ഥമായ ശുദ്ധീകരണം വേണം. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ആശ്രയിച്ചുകൊണ്ട്, ക്രിമിനലുകളുടെ സംഘശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, അവരുടെ ഗുണ്ടാപരമായ സ്കില്ല് ഉപയോഗിച്ച് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഇനിയുള്ള കാലത്ത് നടക്കില്ല. ഒരു കാലത്തും ഭയം ജനങ്ങളെ ഭയം ഒരു രാഷ്ട്രീയ ആയുധമല്ല. ഭയപ്പെടുത്തിക്കൊണ്ടും സമാന്തരമായ ഗുണ്ടാസങ്ങൾ ഉപയോഗിച്ച് ഒരു കാര്യവും നടക്കില്ല. അതാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഈ വിവാദങ്ങളെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയിൽ പറയുന്ന ഒരു വരി, അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്ന ഒരു വരി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷക വേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പൊറുക്കാവുന്നതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അതിൽ തള്ളിപ്പറഞ്ഞ ആളുകളെയാണ് ബിനോയ് വിശ്വം ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണ് എന്നറിയുന്ന അതിലുള്ള വേദന പ്രകടിപ്പിക്കുന്നത്. അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയെ പോലും വിശ്വാസത്തിലെടുക്കാൻ ബിനോയ് വിശ്വത്തിന് പോലും CPI-യുടെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സഹോദര പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക്, സംസ്ഥാന സെക്രട്ടറിക്ക് പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതുതന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. അത് തന്നെയാണ് പ്രമോദ്. ഈ അധോലോകത്തിൻ്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷ ബന്ധുക്കൾക്ക് പുറക്കാവുന്നതല്ല എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ബന്ധുവാണോ? ഇടതുപക്ഷത്തിൻ്റെ നായകനല്ലേ അദ്ദേഹം? അദ്ദേഹം വെറും ബന്ധുവാണോ? ബിനോയ് വിശ്വം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കണ്ണിൽ ഇടതുപക്ഷത്തിൻ്റെ നയിക്കുന്ന നേതാവാണ്. ബിനോയ് വിശ്വം എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ഈ പൊതുസമൂഹത്തിലേക്ക് ബിനോയ് വിശ്വം ഇന്നലെ ഇന്നുമായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. ഇതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണോ? CPM ഈ പ്രസ്താവന കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാവണം എന്നാണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്? എന്നാണോ താങ്കൾ കരുതുന്നത്? ഞാൻ ഏതായാലും അങ്ങനെ കരുതുന്നില്ല, താങ്കൾ അങ്ങനെ കരുതുന്നു ഞാൻ ഒട്ടും വിചാരിക്കുന്നുമില്ല. അല്ല, അതല്ല ഈ പ്രസ്താവന പിന്നെ എന്തിനാണ്? തീർച്ചയായിട്ടും അത് തന്നെയാണ് കരുതേണ്ടത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചല്ലോ, ഇപ്പോൾ നേരത്തെ ഷാജി പറഞ്ഞ പോലെ അതിന് അർഹതയുള്ള ആ ജെന്യൂൻ ആയിട്ടുള്ള ഒരു നിലപാട് കാലകാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ പോപ്പുലാരിറ്റി ഒന്നും കിട്ടിയൊന്നുമില്ല. അത് ഇപ്പോഴും അംഗബലത്തിൽ CPM തന്നെയാണല്ലോ ഏറ്റവും വലിയ പാർട്ടി. പക്ഷേ അങ്ങനെ വിമർശിക്കാനുള്ള അർഹതയുള്ളത് കൊണ്ട് കൂടിയാണ് അവരതിങ്ങനെ ചെയ്യുന്നത്. ആ അർഹത വെച്ച് അവർ നടത്തുന്ന വിമർശനം പാർട്ടി CPM ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷ തന്നെയാണ് ബിനോയ് വിശ്വത്തിന് എന്ന് നമ്മൾ കരുതേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത്, ഈ വിശ്വാസനഷ്ടം എങ്ങനെയുണ്ടായി? CPM-ന്റെ ഔദ്യോഗികമായ പ്രസ്താവനയെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത വിധത്തിൽ CPI മാറിപ്പോയോ? അല്ലെങ്കിൽ CPI-ക്ക് എന്തുകൊണ്ട് വിശ്വാസനഷ്ടം ഉണ്ടായി? അത് പ്രമോദ, ഇത് പ്രശ്നം അത് തന്നെയാണെന്നേ. ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയ്ക്ക് CPI പോലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണോ മറുപടി പറയേണ്ടത്? അങ്ങനെയാണോ വേണ്ടത്? ഇപ്പം കോൺഗ്രസ് മറുപടി പറഞ്ഞു, അത് നമുക്ക് മനസ്സിലാവും. അത് മറുപടിയൊന്നുമല്ല, മനു തോമസിനെ കോൺഗ്രസിലേക്ക് ഞാൻ പറയുന്നത് ഈ ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഉദ്ദേശിച്ചല്ല. ഇന്ത്യയിൽ ബ്രോഡർ ലെഫ്റ്റ് എന്നുള്ള പ്രയോഗം, ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ബ്രോഡർ ലെഫ്റ്റ് എന്നുള്ള പ്രയോഗം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടല്ല. അതൊരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനാണ് ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, ഇത് മുന്നണി ഭരണമാണ്. അവിടെ ഓരോ പാർട്ടിക്കും താന്താങ്ങളുടേതായ ദൗത്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, നിശ്ചിതമായി തീരുമാനിച്ചിട്ടുണ്ട്.
അതിനാണല്ലോ ഇവർ പ്രകടനപത്രിക മുമ്പോട്ട് വെക്കുന്നത്. തർക്കങ്ങളുണ്ടെങ്കിൽ അത് LDF അടിസ്ഥാനത്തിൽ പരിഹരിക്കണം, അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിൽ പരിഹരിക്കണം. അതാണ് അതിൻ്റെ രീതി. ഇത് ഈ LDFൻ്റെ മാത്രമല്ല, UDFൻ്റെ രീതി തന്നെയാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഇത് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു കൺസിലിയേഷൻ ടോക്കിനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയുടെ മുന്നോടിയായിട്ട് വരുന്ന ഒരു വികാരമായിട്ടോ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ പ്രസ്താവനയായിട്ടോ ഒന്നും ഞാൻ കാണുന്നില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ കാണുന്നതിന് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ അങ്ങനെയല്ല, വസ്തുത അതല്ലല്ലോ. അങ്ങനെ CPM-നെ പോലുള്ള ഒരു പാർട്ടിയെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർക്കണം, അങ്ങനെ പാർട്ടിയെ ഇങ്ങനെ ഇന്നത്തെ പ്രസ്താവന, ഇന്നത്തെ ചാനലുകൾക്കുള്ള മറ്റ് അദ്ദേഹത്തിൻ്റെ ബൈറ്റുകൾ, ഇതൊക്കെ കൊണ്ട് ആ പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്ന CPI-യുടെ സെക്രട്ടറിയായ ബിനോയ് വിശ്വം തൻ്റെ ഈ പ്രസ്താവന കൊണ്ട് ഇതാ പ്രശ്നങ്ങൾ കണ്ണൂരെ തീർന്നിരിക്കുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും തീരുമാനമായി എന്നുള്ള നിലയിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുന്നത്? ആർക്കെങ്കിലും അങ്ങനെയല്ലോ ശ്രീ ജയചന്ദ്രൻ, സ്വന്തം ഐഡന്റിറ്റി അവർക്കും ഉണ്ടല്ലോ, ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ആ ഐഡന്റിറ്റി അവർ ഉപയോഗിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? അതല്ലാതെ ഈ പാർട്ടിയെ മുഴുവൻ ഞങ്ങൾ ശരിയാക്കി എന്ന നിലയിലുള്ള ഒരു സമീപനമാണെന്ന് കരുതാൻ വയ്യ. അല്ല, താങ്കൾ എന്താണ് അതിനെ പിന്നെ മുന്നണി ബന്ധത്തിന്റെ ആ ഗ്രാവിറ്റി എന്താണ് താങ്കൾ ഇനി അംഗീകരിക്കാൻ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുന്നണി ബന്ധം എന്ന് പറയുന്നത് മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ. ആ ചെയ്തതിന്റെ ഒന്നും ഫലം കാണുന്നിയുടെ ഇപ്പോ ശ്രീ ജയചന്ദ്രൻ അവിടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ CPI-യുടെ പ്രവർത്തകരെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം മിണ്ടാതെ നിന്നില്ലേ, ഇനിയിപ്പോൾ ഈ നിലയ്ക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് പറയുന്നുണ്ട് പലരും. ഒരുപാട് കമന്റുകൾ ആ നിലയിലുണ്ട്. എനിവേ, ഞാൻ അവസാനമായിട്ട് എനിക്ക് ഒരു കാര്യം ശ്രീ നൗഷാദിനോട് ചോദിക്കാനുള്ളത്, അതായത് ഇതൊരു ശരി, അതിനുവേണ്ടിയുള്ളതാണ് എന്നതാണ് താങ്കളുടെ നിലപാട്. ശരി. ശ്രീ നൗഷാദ് അലി, കണ്ണൂരിലെ ഒരു പ്രാദേശിക വിഷയമാണ് എന്ന നിലയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മാത്രം പ്രസ്താവന പുറപ്പെടുവിച്ച ഒരു വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നും തന്നെ അങ്ങനെ CPM പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി കയറി ഇത്തരത്തിലുള്ള ഒരു വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുമ്പോൾ യഥാർത്ഥത്തിൽ അത് കുറച്ച് കടന്നതാണ്, അവരുടെ തന്നെ സംഘടന രീതികൾ വെച്ച് കടന്നതാണ് എന്ന് CPM കരുതിയാൽ തെറ്റുണ്ടോ? ഞാനിതിന് രണ്ട് തരത്തിൽ ഒരു മറുപടി ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ ഇപ്പം നമ്മൾ ഈ ഒരു കലത്തിൽ അരി ബന്ധം നോക്കാൻ എല്ലാ വറ്റും എടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യമൊന്നുമില്ല. 1-2 എടുത്ത് ഞെക്കിയാൽ മതി. അപ്പോൾ കണ്ണൂരിലെ സംഭവം അതേ ഉള്ളൂ. കാരണം അവിടെ അത് പ്രകടമായി, അത് എല്ലാ സ്ഥലത്തും ഉള്ളൊരു സൂചന അവിടെ പ്രകടമായി എന്നുള്ളൂ. രണ്ടാമത് അതുവഴി അവിടെ കണ്ണൂരിലെ ലോക്കൽ ലീഡേഴ്സിനെ അല്ല, സംസ്ഥാന നേതൃത്വത്തെ തന്നെയാണ് ബിനോയ് വിശ്വം ലക്ഷ്യമിടുന്നത് എന്നാണ്. അതെ, അതിലൊക്കെ സംസ്ഥാന നേതൃത്വത്തോളം ബന്ധവും സ്വാധീനവും ഒക്കെ ഉള്ള ആളുകളെല്ലാം കണ്ണൂരിൽ നിന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിലെ പാർട്ടി തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സംസ്ഥാനത്തെയും പാർട്ടി. പിന്നെ ബിനോയ് വിശ്വം അദ്ദേഹം ഒരു ഇടതുപക്ഷ നേതാവാണ്, മുന്നണി മര്യാദ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാലവും സത്യം കുഴിവെട്ടി മൂടി സഞ്ചരിക്കാൻ പറ്റുമോ? ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പം എന്നൊരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹം പറയാനുള്ളൊരു ധീരത കാണിച്ചു, ഞാനതിനെ മാനിക്കുന്നു. ഇനിയിപ്പോൾ CPM ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവരിതൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്തി സ്വയം തിരുത്തുകയാണ് വേണ്ടത്. പക്ഷേ അവരുടെ ഒരു രീതി വെച്ച്, അവരുടെ ഒരു ചില സൂചനകൾ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്കൊരു ന്യൂനപക്ഷ പ്രീണനത്തിനുള്ള അവസരമായിരുന്നു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു ഭൂരിപക്ഷ പ്രീണനത്തിനുള്ള അവസരമാക്കി, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷ വർഗീയതയെ ചൂഷണം ചെയ്യാനുള്ള അവസരമാക്കി മാറ്റി തങ്ങളുടെ പരിമിതികളിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. കാരണം അത്തരത്തിലുള്ള സൂചകങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ലഭ്യമാണ്. എനിക്ക് CPM-നോടുള്ള അഭ്യർത്ഥന, നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് യഥാവിധി പരിശോധിച്ച് തിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഇവിടുത്തെ സാമൂഹിക വിഭാഗങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തും വിഘടിപ്പിച്ചും ധ്രുവീകരിച്ചും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ രാഷ്ട്രീയം ക്ഷണികമായ ചില നേട്ടങ്ങൾ മാത്രം മുൻനിർത്തിയാണ്. ആത്യന്തികമായി അത് നിങ്ങളുടെ കടക്കലുള്ള കത്തിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പയ്യന്നൂരും കല്യാശ്ശേരിയും ഒക്കെ ഈ BJPക്ക് വോട്ടിരട്ടിക്കുന്നു. ഒപ്പം ശ്രീ KA ഷാജി, ശ്രീ M ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ, അല്ലെങ്കിൽ CPM ഈ പറഞ്ഞ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നതിന് താങ്കൾക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട് എന്ന് നൗഷാദ് അലി പറഞ്ഞത് നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യേണ്ടി വരുമോ എന്ന് നോക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് 3 പേർക്കും വളരെ നന്ദി. സ്പെഷ്യൽ എഡിഷൻ അവസാനിക്കുകയാണ്.